നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. 2.5 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം പ്രവാസികൾക്ക് സന്തോഷം പകർന്ന് റമളാൻ നോമ്പ് പഴയ രീതിയിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഏറെ ആശ്വാസം പകരുന്ന വാർത്തകളാണ് സൗദി അറേബ്യയിൽ നിന്നും പുറത്തു വരുന്നത്. അതായത് ഇത്തവണ ഇന്ത്യക്കാർക്ക് ഹജ്ജ് നിർവഹിക്കാൻ 79,237 കോട്ടകൾ നിശ്ചയിച്ചതായി സൂചന. എന്നാൽ ഔദ്യോഗിക വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇന്ത്യയിൽ നിന്ന് ഹജ്ജിന് അപേക്ഷിച്ച ഭൂരിഭാഗം തീർത്ഥാടകർക്കും ഇത്തവണ അവസരം ലഭിക്കുമെന്നാണ് വിവരം. കഴിഞ്ഞ 2 വർഷം കോവിഡ് മൂലം വിദേശ തീർത്ഥാടകർക്ക് ഹജ്ജിന് അവസരം ലഭിച്ചിരുന്നില്ല. 10 ലക്ഷം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുക. ഇതിൽ 8.5 ലക്ഷം വിദേശ തീർത്ഥാടകരും 1.5 ലക്ഷം ആഭ്യന്തര തീർത്ഥാടകരുമായിരിക്കുമെന്ന് നേരത്തെ സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചിരുന്നു. കോവിഡിന് മുൻപുള്ള വർഷങ്ങളിൽ ഏകദേശം 20 ലക്ഷത്തോളം തീർത്ഥാടകർ ഹജ്ജ് നിർവഹിച്ചിരുന്നു. ഇന്ത്യയിൽ ഈ വർഷം ഹജ്ജിനായി അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായ ഫെബ്രുവരി 15-ന് 1 ലക്ഷത്തിൽ താഴെ അപേക്ഷകൾ മാത്രമാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ അപേക്ഷകൾ വന്നത് കേരളത്തിൽ നിന്നുമാണ്. ഇത്തവണ 65 വയസ്സിന് താഴെയുള്ളവർക്ക് മാത്രമായിരിക്കും ഹജ്ജിന് അനുമതി ഉണ്ടാവുക. എന്നാൽ തീർത്ഥാടകർ സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അംഗീകാരമുള്ള COVID-19 വാക്സിൻ ഡോസ് പൂർത്തിയാക്കണം. വിദേശ തീർത്ഥാടകർ പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനിടയിൽ എടുത്ത കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുകയും വേണം. തീർത്ഥാടകർ തങ്ങളുടെ ആരോഗ്യവും സുരക്ഷിതത്വവും കാത്തു സൂക്ഷിക്കുന്നതിനായി മുൻകരുതൽ നടപടികൾ പാലിക്കേണ്ടതിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെയും ആവശ്യകത ഹജ്ജ് ഉംറ മന്ത്രാലയം ആവർത്തിച്ചു വ്യക്തമാക്കി. അതേസമയം ഉംറ വിസകളിൽ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന തീർത്ഥാടകർക്ക് രാജ്യത്തുടനീളം യാത്ര ചെയ്യുന്നതിന് അനുമതിയുണ്ടെന്ന് സൗദി അറേബ്യ. ഹജ്ജ് മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. ഉംറ വിസയുടെ കാലാവധി അവസാനിക്കുന്നത് വരെ ഇത്തരത്തിൽ സൗദിയിലെത്തുന്നവർക്ക് സൗദിയിലുടനീളം യാത്ര ചെയ്യാമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉംറ വിസയുടെ കാലാവധി 30 ദിവസത്തേക്കാണെന്നാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയത്. ഈ കാലയളവിൽ ഉംറ തീർത്ഥാടകർക്ക് മക്ക, മദീന എന്നീ പുണ്യ നഗരങ്ങൾക്കിടയിലും സൗദിയിലെ മറ്റു നഗരങ്ങളിലേക്കും സഞ്ചരിക്കുന്നതിന് തടസ്സങ്ങളില്ലെന്നും അധികൃതർ വിശദമാക്കി. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.